പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക വസ്ത്രധാരണം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു, ഇൻഷാ അല്ലാഹ്. ഇസ്ലാമിൽ വസ്ത്രധാരണത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുക്കിൾ മുതൽ മുട്ടുവരെ മറക്കലാണ് ഔറത്തായിട്ടുള്ളത്. അവർക്ക് നിഷിദ്ധമാക്കിയതാവട്ടെ പട്ടുവസ്ത്രവും സ്ത്രീവേഷം ധരിക്കലും നെരിയാണിക്കു താഴെ ധരിക്കുന്ന വസ്ത്രവുമാണ്. ഇന്നിൻ്റെ സമൂഹത്തിൽ ഏറ്റവും കണ്ടുവരുന്നൊരു പ്രവണതയാണ് അരക്ക് താഴെയായിട്ട് പാൻസ് ധരിക്കുകയും നെരിയാണിക്ക് താഴെയായിട്ട് അത് വലിച്ചിഴച്ച് നടക്കുകയും ചെയ്യുക. തികച്ചും ഇസ്ലാമിക വീക്ഷണത്തിൽ എതിരായിക്കൊണ്ടാണ് അവരുടെ നടത്തം എന്നുള്ളത് നാം നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഔറത്തായി കൊണ്ട് കണക്കാക്കുന്നത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മുഴുവനായിട്ടും മറക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്സാബിൽ 59-ാമത്തെ വചനത്തിൽ പരാമർശിക്കുന്നൊരു പദമുണ്ട്, ജലാബീബിഹിം എന്നുള്ളതാണ്. മൂടുപടം എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. മൂടുപടം എന്നാൽ അകത്തുള്ളതിനെ പുറമേക്ക് കാണിക്കാതെ മൂടി വെക്കുന്നൊരു പടമായിക്കൊണ്ട് തന്നെയാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അകത്തുള്ളതിനെ പുറമേക്ക് കാണിക്കാതെ, നിഴലിക്കാതെ, ഇറുകിയിരിക്കാതെ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പുറമേക്ക് മുഴച്ചു കാണാത്ത രൂപത്തിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണാ രീതി. പുരുഷവേഷം ധരിക്കുന്നത് സ്ത്രീകൾക്ക് നിഷിദ്ധമാക്കിയ കാര്യം തന്നെയാണ്. ഇന്നിൻ്റെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രവണതയാണ് പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകൾ. അവരോട് ചോദിച്ചാൽ അവരുടെ വാദമെന്നോണം അവർ പറയും, ഞങ്ങൾ ഔറത്ത് മറക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പാൻസും ഷർട്ടും ധരിച്ചുകൂടാ എന്നുള്ള വാദം. തികച്ചും അർത്ഥശൂന്യമായൊരു വാദമാണത്. ഇസ്ലാമിക വീക്ഷണത്തിൽ പുരുഷവേഷം ധരിക്കൽ സ്ത്രീക്ക് ഹറാം തന്നെയാണ്. ചില സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് കാസിയാത്തുൻ, അവർ ഉടുത്തവളാണ്, എന്നാൽ ആരിയാത്തുൻ, അവർ നഗ്നകളാണ് എന്നുള്ളതാണ്. ഈ 2 പദങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീവേഷത്തിൻ്റെ പ്രാധാന്യം, ഔറത്ത് മറക്കുന്നതിൻ്റെ ലക്ഷ്യം, ഇസ്ലാമിക സംരക്ഷണം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യത്തോടെ നമ്മോട് ഉണർത്തുന്ന മറ്റൊരു കാര്യം തന്നെയാണ് വസ്ത്രധാരണ മര്യാദകളിൽപ്പെട്ട വസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ അബൂ സഈദ് അൽ ഖുദരി റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്തതായൊരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാവുന്നതാണ്. ആർ വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വസ്ത്രം ധരിക്കുന്നുവോ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അദ്ദേഹത്തിൻ്റെ മുൻകഴിഞ്ഞു പോയ ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നുള്ളത്. ദീനിൻ്റെ വിധിവിലക്കുകളെല്ലാം തന്നെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് ദീനിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ഇസ്ലാമിക വസ്ത്രധാരണം കാഴ്ചവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് ജീവിക്കാൻ നാഥൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.